ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നിധിയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കാനായിട്ട് കോളേജിലേക്ക് പോവാണ് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ആ കൂടെ നമ്മുടെ ഭാസ്കരനും കയറി പോകുന്നുണ്ട്. ഭാസ്കരൻ കയറി പോകുമ്പോൾ തന്നെ നിധിക്കാകെ ടെൻഷൻ ആകുവാണ്. പക്ഷെ ചില നഗ്ന സത്യങ്ങളൊക്കെ ഭാസ്കരൻ ആ സമയത്ത് നിധിയോട് പങ്കുവയ്ക്കുന്നുണ്ട്. നിധി അരുണിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം വീട്ടിൽ വന്നു കഴിയുമ്പോൾ നിധിക്കും ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നിധി അതൊക്കെ ഭാസ്കരനോട് ചോദിച്ചു മനസ്സിലാക്കുന്ന വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മൾ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ റിവ്യൂ കൂടി ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റിവ്യൂസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഹൈപ്പ് ചെയ്യാൻ ആരും മറക്കില്ല. അതുപോലെ ഈ റിവ്യൂസിന് കൂടി വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നിധി പോവാണ്. നിധി വണ്ടിയിലിരിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ചെല്ലുവോ, ഇനി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ വിവരം എങ്ങാനും അച്ഛനോ ഏട്ടനോ അറിയുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിക്കുക. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാസ്കരൻ വഴിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഭാസ്കരൻ ഈ വണ്ടിക്ക് കൈ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഡ്രൈവർ വണ്ടി നിർത്തുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അല്ലേ എന്താന്ന് ചോദിക്കുക. അപ്പോൾ ഭാസ്കരൻ നേരെ വന്നിട്ട് ഡ്രൈവറോട് പറയാണ്, നിങ്ങളിപ്പോൾ എങ്ങോട്ട് പോകാമെന്ന് ചോദിക്കാം. അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, അതെ, ഈ കുട്ടിക്ക് തക്കലയിൽ കോളേജിൽ പോകണം, അതിനെ അങ്ങോട്ട് പോവാണെന്ന് പറയുക. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി ഈ വണ്ടിയിലേക്ക് കയറുക, എനിക്ക് തക്കലേക്ക് തന്നെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞ് വണ്ടിയിലെ ഡോറ് തുറന്ന് അതിലേക്ക് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ വന്ന് കയറിയിരിക്കുന്ന കാണുമ്പോൾ നിധിക്ക് ആപ്പാടെ ടെൻഷനാവുക. ദൈവമേ, ഇയാൾ എന്തിനാണ് വന്നത്, ഇയാളുടെ കൂടെ എങ്ങനെ പോകും, എന്നെയും കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇനി എൻ്റെ കൂടെ വരുന്നതെന്നൊക്കെ നിധി ഇങ്ങനെ ചിന്തിക്കുക. നിധി എന്നിട്ട് പേടിച്ച് ഭാസ്കരനോട് ചോദിക്കുന്നുണ്ടേ, അല്ല എങ്ങോട്ട് പോകാനാണ് വണ്ടിയിൽ കയറിയത്? അപ്പോൾ ഭാസ്കരൻ ചോദിക്കുക, അല്ല നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അല്ല ഞാൻ കോളേജിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാൻ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോകുവാണെന്ന് പറയാം. അപ്പോൾ ഭാസ്കരൻ പറയണം, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങനെയാണ്, എനിക്കും തക്കലേക്ക് പോകണം, അതുകൊണ്ടാണ് കയറിയത്, വണ്ടി വിടുവിടുവിടെന്ന് പറയാം. അങ്ങനെ വണ്ടിയിലിരുന്ന് ഭാസ്കരന് നിധിയുടെ കൂടെ അങ്ങ് പോവാണേ. അപ്പം നിധിക്ക് ആകപ്പാടെ ടെൻഷനും പേടിയും ഒക്കെ ആവുകയാണ്. നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനാ എൻ്റെ കൂടെ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പം നിധി മനസ്സിൽ ഓർക്കാണ്, ഒരാളെ കൊന്ന മനുഷ്യനാണ്, കൊലക്കുറ്റത്തിന് ജയിലിൽ കിടന്ന ഇയാൾ എൻ്റെ കൂടെ വരുന്നത് ഇനി എന്നെ ഉപദ്രവിക്കാനാണോ? ആകെ മൊത്തം പേടിയായല്ലോ, എന്താവും അവസ്ഥ എന്നറിയില്ല, ഇനി കോളേജിലും എൻ്റെ കൂടെ എങ്ങാനും വരുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ തക്ലയിൽ കോളേജിലെത്തി കഴിയുമ്പോഴേക്കും നിധി കോളേജിൻ്റെ അകത്തേക്ക് കയറിപ്പോവാണ്, ഓഫീസിലേക്ക് കയറിപ്പോവുക. അപ്പോൾ ഭാസ്കരൻ അവിടെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഭാസ്കരനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോകേണ്ടടുത്ത് എവിടെയെന്ന് വെച്ചാൽ പോയിക്കൂടെ, എന്തിനാ ഇപ്പം ഇങ്ങനെ വണ്ടിയിലിരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പം ഭാസ്കരൻ പറയുന്നുണ്ട്, അല്ല പോയിട്ട് വാ, ഞാനിവിടെ ഉണ്ട് എന്ന് പറയണം. അങ്ങനെ നിധി കോളേജിലേക്ക് കയറിപ്പോവാണ്. അപ്പോൾ കോളേജിൽ ചെന്ന് പ്രിൻസിപ്പലിനെയൊക്കെ കണ്ട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിധിയുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞെന്നൊക്കെ പറയാം. അപ്പോൾ പരിചയമുള്ള ആൾ, അതായത് നിധിയുടെ അച്ഛനെയും ഏട്ടനെയും ഒക്കെ പരിചയമുള്ള ആളുണ്ടേ. അപ്പോൾ അയാൾ ചിന്തിക്കുക, ഇവളിവിടെ വന്നല്ലോ, ഇവൾ അവൻ്റെ കൂടെ ഇങ്ങ് പോയതല്ലേ, ഏതായാലും ഇത് വിളിച്ചറിയിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് വിചാരിക്കുകയാണേ. അപ്പോൾ നിധിയോട് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കൊള്ളാലോ, കുട്ടി അങ്ങ് പെട്ടെന്ന് വൈറലായല്ലോ, എല്ലാ സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കര പ്രശസ്തമായല്ലോ, ഏതായാലും ജീവിതം ഇങ്ങനെയൊക്കെ ആയല്ലോ, ഇനിയിപ്പോൾ എന്തിനാ സർട്ടിഫിക്കറ്റൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പം നിധിക്ക് ഈ ചോദ്യമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നിധി മനസ്സിൽ വിചാരിക്കുക, ദൈവമേ, ഇവരെങ്ങാനും വിളിച്ച് ഏട്ടനെ വിവരം അറിയിക്കുമോ, വിവരം അറിയിച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ ഇങ്ങോട്ടെങ്ങാനും വരുമോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവോ വാ എന്നൊക്കെ പറഞ്ഞ നിധി ആകെപ്പാടെ ടെൻഷൻ അടിക്കുക. അതുപോലെ തന്നെ സംഭവിക്കുക. അവർ വിളിച്ചിട്ട് നിധിയുടെ ഏട്ടൻ അരുണിനെ അറിയിക്കുകയാണ്, ഇതുപോലെ കോളേജിൽ വന്നിട്ടുണ്ട് നിധി, അതുകൊണ്ട് കയ്യോടെ പൊക്കിക്കൊണ്ട് പോകാമെന്ന് പറയാണ്. അരുണിന് നല്ല ദേഷ്യം വരെയാണ്, ഇവളെല്ലാവരെയും നാണം കെടുത്തിട്ട് വീണ്ടും സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പോകുന്നു, ഇവളങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, അവൾക്ക് ജോലി കിട്ടാതെ തെണ്ടി തിരിഞ്ഞ് അവൾ നടക്കണം, അങ്ങനെയാണെങ്കിൽ അവൾ തിരിച്ചു വരുള്ളൂ, അവൻ്റെ കൂടെ പോയി ജീവിക്കല്ലേ, തെണ്ടി ജീവിക്കട്ടെ, സർട്ടിഫിക്കറ്റ് എല്ലാം അച്ഛൻ കത്തിച്ച് കളഞ്ഞല്ലേ, ഇനി അവൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പോകണ്ട എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് നേരെ അരുണും അങ്ങോട്ട് എത്തുകയാണ്. അരുണ് നല്ല കട്ടക്കലിപ്പിലാണ് വരുന്നത്. ആ സമയത്ത് നിധി കോളേജിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ പെട്ടെന്ന് അരുണിനെ കാണുമ്പോൾ നിധി പേടിച്ചു പോവുക, ദൈവമേ, ഇനിയിപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും, എന്നെ ഉപദ്രവിക്കുക എന്നൊക്കെ വിചാരിച്ച് അവിടെ നിൽക്കുക. അപ്പോൾ അരുണ അടുത്തേക്ക് ചെന്നിട്ട് നിധിയോട് ചോദിക്കുക, അല്ല നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ നിധി പറയാം, എന്താ എനിക്ക് വന്നൂടെ, എനിക്കിവിടെ വന്നിട്ട് സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒക്കെ ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടി വന്നതാണ്, ഇത് കൊടുത്ത് ഞാൻ യൂണിവേഴ്സിറ്റി കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും, അല്ലാതെ നിങ്ങളിത് കത്തിച്ച് കളഞ്ഞു എന്ന് വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല, ഇത്രയും നാളും ഞാൻ പഠിച്ചതൊന്നും ഇല്ലാണ്ടാവില്ലല്ലോ, ഏതായാലും ഇത്രയൊക്കെ ഉപകാരം ചെയ്തില്ലേ, അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയാം. അപ്പോൾ അരുണ് ചോദിക്കുക, എന്നിട്ടും നീ തിരിച്ച് വീട്ടിലേക്ക് വരാനൊന്നും ഭാവമില്ലല്ലേ, ആ തെണ്ടിയുടെ കൂടെ 10 പൈസയുടെ പണിയില്ലാതെ അവൻ്റെ കൂടെ അവിടെ ജീവിക്കാനാണ് നിൻ്റെ താല്പര്യമല്ലേ,
കൊള്ളാലോ നീ എന്ന് പറയാണ്. അപ്പം നിധി പറയാണ്, ഏതായാലും നിങ്ങളുടെ കൂടെ ഒക്കെ ജീവിക്കുന്നതിലും ഭേദമാണ് ആ വീട്ടിൽ ജീവിക്കുന്നത്. അവിടെ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. നിങ്ങളുടെയൊക്കെ സ്നേഹം ഞാൻ കണ്ടതല്ലേ. സ്വന്തമായിട്ട് സ്വന്തം മോളുടെ സർട്ടിഫിക്കറ്റുകൾ കത്തിച്ച് കളഞ്ഞിട്ട് അവള് ഇല്ലാതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചവരല്ലേ നിങ്ങളൊക്കെ. അങ്ങനെയുള്ള നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിൽ സമാധാനം എനിക്കത് തന്നെയാണ്. ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്ത് ഞാൻ ജീവിച്ചോളാം. ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്താൻ വരരുത്. ഈ ഒരു ബന്ധമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയാം. അപ്പോൾ അരുൺ അങ്ങോട്ട് നിധിയുടെ കയ്യിൽ കയറി പിടിക്കുക. എന്നിട്ട് പറയാം, എന്താടി, എന്തിനാ നീ ഇപ്പം വന്നത്? ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ. നീ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത് ഞങ്ങൾക്ക് കാണണം. ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടു കൊടുത്തേ നീ ജോലി വാങ്ങിച്ച് കഴിയുന്നത് കാണണം. എൻ്റെ അച്ഛൻ്റെ പണം കൊണ്ടാണ് നീ പഠിച്ചത് വളർന്നത്. അപ്പോൾ നീ ഇതുകൊണ്ട് നീ ജോലി വാങ്ങില്ല. അവൻ്റെ കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കത്തേ ഉള്ളൂ. നിന്നെ ഞാൻ അതിന് അനുവദിക്കില്ല എന്നും പറഞ്ഞ് കയ്യിലിരിക്കുന്ന ഫയല് പിടിച്ചു പറിച്ച് മേടിക്കാൻ പോവാണ് അരുണ്. നിധിയാണെങ്കിൽ പിടിച്ചു വലിക്കുന്നൊക്കെ ഉണ്ട്. ആകെ അവിടെ ഒരു പ്രശ്നമൊക്കെ ആവുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഭാസ്കരൻ വണ്ടിയിലിരിപ്പുണ്ട്. ഭാസ്കരൻ ഇത് കാണുകയാണ്. ഭാസ്കരൻ ആ സമയത്ത് പെട്ടെന്ന് ഡോർ ഓർന്നങ്ങ് ഇറങ്ങി വന്നിട്ട് നല്ല സ്റ്റൈലായിട്ട് അരുണിനായിട്ട് ഒരെണ്ണം വെച്ച് കൊടുക്കുക. എന്നിട്ട് ചോദിക്കുക, എന്താടാ പെൺകുട്ടികളുടെ കയ്യിൽ ഇവിടെ വെച്ച് പിടിച്ച് നീ എന്തിനാ ഈ ഷോ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും ഉടനെ അരുൺ ചോദിക്കുക, ആഹാ നിങ്ങളാരാ? ഇവളുടെ അമ്മായിപ്പനായിരിക്കും അല്ലേ? അമ്മായിപ്പനെയും കൊണ്ടാണോടി നീ ഇറങ്ങിയത്? ഞാനേ ഇവളുടെ ആങ്ങളെയാ. ഇവളുടെ കാര്യങ്ങൾ ചോദിക്കാൻ എന്നെ അച്ഛൻ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ഞങ്ങളെ എല്ലാവരെയും നാണം കെടുത്തിയിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഇവൾ അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട. ഇവക്കെങ്ങും ജോലി കിട്ടുകയും വേണ്ടെന്ന് പറയാം. അപ്പോഴേക്കും ഭാസ്കരൻ പറയാം, അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ലടാ. പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ദേ, ഇവളെ ഇവിടെ വെച്ച് ഉപദ്രവിക്കാൻ പാടില്ല. ഇവൾ എൻ്റെ കൂടെയാണ് ഇവിടെ വന്നത്. ഇവളെ ഇതുപോലെ തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബകാര്യം നിങ്ങളുടെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തോ ഒക്കെ പറഞ്ഞങ്ങ് തീർക്ക്. അല്ലാതെ ഈ വഴിയിലിട്ട് ഇവളെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. വിടടാ കൈ. ഞാനേ ഒരു കൊലപാതകം ചെയ്തിട്ട് ജയിലിൽ കിടന്ന ആളാ. വേണ്ടി വന്ന ഒരെണ്ണം കൂടി ചെയ്യാനും എനിക്കൊരു മടിയില്ലടാ എന്ന് പറയാം. അപ്പോഴേക്കും അരുൺ അങ്ങ് ഞെട്ടിപ്പോവാം. അരുൺ അങ്ങോട്ട് പിൻവലിയ. എന്നിട്ട് പറയാം, എടീ നീ ഇതേ ഇവന്മാരെയൊക്കെ കൊണ്ടുവന്ന് എന്നെ വെല്ലുവിളിച്ചില്ലേ, ഇതിനൊക്കെ ഞാൻ പകരം വീട്ടിലേക്ക് നീ നോക്കിക്കോ എന്ന് പറയാണ്. അപ്പോൾ ഒന്നും മിണ്ടാതെ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നിധിക്കങ്ങ് സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഭാസ്കരൻ അങ്ങനെ രക്ഷിക്കുകയൊക്കെ ചെയ്തതിന്. അങ്ങനെ വണ്ടിയിൽ കയറുമോ നിധി. ഭാസ്കരന് വണ്ടിയിൽ കയറുക. എന്നിട്ട് വണ്ടി വീട്ടിലേക്ക് വിട്ടോളാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ അരുൺ തിരിച്ചും പോവാണ്. അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നിധി ഇങ്ങനെ ചിന്തിക്കുക, ഇയാൾ എന്തിനാ എൻ്റെ കൂടെ വന്നത്? എന്നെ രക്ഷിക്കാൻ വന്നതാണോ? ഇതൊക്കെ നേരത്തെ കണ്ടിരുന്നു ഇയാൾ. എന്തോ ഒരു കളികളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. അപ്പം നിധി ഭാസ്കരനോട് ചോദിക്കുക, അല്ല എന്തിനാ വന്നത്? എൻ്റെ കൂടെ എന്തിനാ വന്നതെന്ന്. നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ ഏട്ടനെയും അച്ഛനെയൊക്കെ അറിയാമെന്ന്. അപ്പോൾ ഭാസ്കരൻ പറയാണ്, ഞാനേ നിനക്കിവിടെ ഇതൊക്കെ സംഭവിക്കുമെന്നറിയാം. അതുകൊണ്ട് ഒരു കൂട്ടിന് വേണ്ടി തന്നെ വന്നതാ. അല്ലാതെ എനിക്ക് തക്കലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടൊന്നും വന്നതല്ല. പിന്നെ ദേ നീ ഒരു കാര്യം കണ്ടോ? ഈ ഫോട്ടോ നീ കണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നിധിയുടെ അച്ഛനും അതുപോലെ തന്നെ ഈ ഭാസ്കരനും തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കാണിക്കുന്നത്. ഒരു പഴയ ഫോട്ടോ. അത് കണ്ട് നിധി അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണേ. നിധി ചോദിക്കുക, ഇതെൻ്റെ അച്ഛനല്ലേ? ഇത് നിങ്ങളല്ലേ? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇതിനു മുമ്പ് പരിചയമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നിൻ്റെ അച്ഛൻ എൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്നത്. ഇതേ വർഷങ്ങൾക്ക് മുമ്പ് 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോയാ. അതിപ്പം നിന്നെ ഞാൻ കാണിച്ചതേ ഉള്ളൂ എന്ന് പറയാം. അപ്പം നിങ്ങളുടെ രണ്ടുപേരും പരിചയക്കാരല്ലേ? എൻ്റെ അച്ഛന് നിങ്ങളെ നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ. നിൻ്റെ അച്ഛനെ എന്നെ നന്നായിട്ടും അറിയാം, എനിക്ക് നിൻ്റെ അച്ഛനെ നന്നായിട്ടറിയാം. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിൻ്റെ അച്ഛനെ ചതിക്കാൻ ഒരുപാട് പേര് വട്ടം ചുറ്റി നടക്കുന്നുണ്ട്. അയാളെ ഇപ്പം കിടന്ന് അഹങ്കരിക്കുന്നൊന്നും ഇനി ഉണ്ടാവും തോന്നുന്നില്ല. അപ്പം ഞാൻ നിങ്ങളുടെ കാര്യം അച്ഛനോട് പറയട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ഭാസ്കരൻ പറയുന്നുണ്ട്, എൻ്റെ കാര്യമൊന്നും നീ അച്ഛനോട് പറയാൻ പോകണ്ട. പറയാൻ പോയാലേ ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിൻ്റെ അച്ഛനെ എനിക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ തമ്മിൽ നല്ല പരിചയം ഉണ്ടെന്ന് മാത്രമേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. ഇതൊക്കെ ചോദിക്കാനും പറയാനും പോയാൽ ആ നിമിഷം നിന്നെ ഇവിടെ വന്ന് അയാൾ തൂക്കിയെടുത്തോണ്ട് അങ്ങ് പോവും. അതുകൊണ്ട് മോളെ അത് വേണ്ട. ഇതിൻ്റെ സത്യാവസ്ഥയും രഹസ്യങ്ങളും ഒക്കെ ഞാൻ പിന്നെ സമയം പോലെ നിന്നോട് പറഞ്ഞു തരാം എന്ന് പറയാം. അപ്പം നിധി വീണ്ടും ചോദിക്കുക, അല്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എന്നോടെങ്കിലും പറ. എന്താ കഥ എന്ന് പറയാൻ മേലെ എന്ന് ചോദിക്കുക. അപ്പോൾ ഭാസ്കരൻ പറയാം, ഇപ്പം പറയാൻ പറ്റില്ല എന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. പിന്നെ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? സമയമാകുമ്പോൾ ഇതൊക്കെ നീ അറിയും. നിന്നോട് ഞാൻ പറയും. ഇപ്പം നീ തൽക്കാലം മിണ്ടാതിരിക്കുക. ഇതിൻ്റെ അകത്തൊക്കെ ചില രഹസ്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഏതായാലും നിൻ്റെ ആങ്ങളുടെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ടില്ലേ, ഇനി നേരെ വീട്ടിലേക്ക് പോകാം. അത്ര അറിഞ്ഞാൽ മതി എന്ന് പറയാം. അങ്ങനെ വീട്ടിൽ ചെല്ലുകയാണ്.
വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴും ആകെ മൊത്തം ഈ ടെൻഷനിലാണ് കേട്ടോ നമ്മുടെ നിധി വിചാരിക്കാണ് ഇവർ തമ്മിൽ എന്താ ബന്ധം, എൻ്റെ അച്ഛനും ഇയാളും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടല്ലോ, എന്തായിരിക്കും അത് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നടക്കുകയാണ്. അതേസമയം ഭാസ്കരനാണെങ്കിൽ വൈകിട്ട് ഭയങ്കരമായിട്ട് മദ്യപിച്ച് വരികയാണ് കേട്ടോ. മദ്യപിച്ചിട്ട് വന്നു കഴിയുമ്പോഴേക്കും നിധിക്ക് അങ്ങ് ദേഷ്യം വരിക. നിധി ചോദിക്കുകയാണ്, എന്താ ഇത് നിങ്ങൾ കാണിക്കുന്നത്, ഇതെന്തിനാ ഇങ്ങനെ മദ്യപിച്ച് വരുന്നത്? ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് ഈ മദ്യം ഉപേക്ഷിക്കാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു പെൺകുട്ടിയുള്ള വീടല്ലേ, ഇങ്ങനെ മദ്യപിച്ച് കോലം കെട്ട് വരാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഭാസ്കരൻ പറയാം, ഞാൻ മദ്യപിച്ചു, എനിക്ക് ഇത്തിരി വിഷമമുണ്ടേ, നീയേ എൻ്റെ മോനെ വിവാഹം കഴിച്ച് വന്നതാണെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ, എന്നിട്ട് ഇപ്പം നീ ഡിവോഴ്സിന് പോവാണല്ലേ, അവനെ വിട്ടിട്ട് തിരിച്ചു പോവാണല്ലേ, നിങ്ങളുടെ കല്യാണം ഒരു നാടകമായിരുന്നല്ലേ, അതൊക്കെ അറിയുമ്പോൾ പിന്നെ എനിക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ കുടിച്ചു. അതിപ്പോൾ ഇവിടെ ആരാ ചോദിക്കാനുള്ളത്? ഈ ഭാസ്കരനെ ഒരു കൊലപാതകി കൂടിയാ, എത്ര വർഷം ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് നിനക്കറിയാവോ? നീ എന്നോട് ചോദിച്ചുകൊണ്ടൊന്നും വരല്ലേ എന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ തന്നെ പറയാണ് കേട്ടോ നിധി, അത് ഞങ്ങളുടെ കാര്യമാണ്, കല്യാണം കഴിക്കണോ ഡിവോഴ്സ് ആവണോ എന്നൊക്കെ ഉള്ള ഞങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ്, അതിപ്പം നിങ്ങൾ അതിനു വേണ്ടി മദ്യപിച്ച് വന്ന് ഇവിടെ ഈ ബഹളം വയ്ക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ കല്യാണം കഴിഞ്ഞല്ലേ, അതിൻ്റെ കാര്യങ്ങളൊന്നും നിനക്കറിയില്ലേ, നിൻ്റെ കഴുത്തിൽ അവനൊരു താലി കെട്ടിയതല്ലേ, ആ താലിയുടെ വില നിനക്കറിയില്ലേ, ഭർത്താവും ഭാര്യയും എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഒന്നിച്ച് ജീവിക്കണം, ഇങ്ങനെ നീ അറിയാതെയാണെങ്കിലും അവനെ വിവാഹം കഴിച്ചെങ്കിലും അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അവനെ ഉപേക്ഷിച്ച് പോകാൻ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം നിധിക്ക് നല്ല ദേഷ്യം വരാണേ. നിധി പറയാ, ഇതാരേ പറയുന്നത്, ഈ പുണ്യാത്മാവ് ആരാ? നിങ്ങൾ ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിൻ്റെ പുണ്യത്തെക്കുറിച്ചൊന്നും നിങ്ങൾ പറയരുതേ, അതിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് പറയാനൊന്നും നിങ്ങൾ ആളായിട്ടില്ല. നിങ്ങൾ ആരാള്? നിങ്ങളുടെ ഭാര്യയെ ചവിട്ടിക്കൊന്നവനല്ലേ നിങ്ങൾ? അങ്ങനെ ഭാര്യയെ ചവിട്ടിക്കൊന്ന ഒരുത്തനാണ് താലി മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ചവിട്ടിയല്ലേ കൊന്നത്? അപ്പോഴേക്കും പെട്ടെന്ന് ഭാസ്കരൻ അങ്ങ് വിഷമവും സെൻറ്റിയൊക്കെ ആവുക. ഭാസ്കരൻ പറയാം, മതി നിർത്ത്, ഞാൻ നിന്നോടൊന്നും സംസാരിച്ചിട്ടില്ല, ഇനി നിന്നോടൊന്നും സംസാരിക്കാനും ഞാനില്ല എന്ന് പറഞ്ഞ് ഭാസ്കരൻ അങ്ങ് കയറി പോവുക. നിധിയാണെങ്കിലും അങ്ങ് കയറി കിടക്കണേ. അപ്പോൾ കിടന്നു കഴിഞ്ഞ് നേരം വെളുത്ത് നിധി എണീക്കുമ്പോഴേക്കും നിധിക്ക് മനസ്സിൽ ഭയങ്കര ഒരു വിഷമം തോന്നുകയാണ്. കാരണം അങ്ങനെ ഒന്നും സംസാരിക്കേണ്ടിയിരുന്നില്ലായിരുന്നു ഭാസ്കരനോടെന്ന് ഓർത്തിട്ട്. അന്നേരത്തെ ദേഷ്യത്തിനും വിഷമത്തിനും ഒക്കെ അങ്ങനെ പറഞ്ഞു പോയി, അത് തെറ്റായി പോയി എന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിധി റൂമൊക്കെ ഒന്നുകൂടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ സ്റ്റോർ റൂമിലേക്ക് പോവുക. സ്റ്റോർ റൂമിൽ ചെന്ന് നോക്കുമ്പോഴേക്കും അവിടെ ഇങ്ങനെ കുറേ ഫോട്ടോയും അതും ഇതും എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് നിധി നോക്കുകയാണ്. ഈ പഴയ ഫോട്ടോ ഒന്ന് കണ്ടുപിടിക്കണമല്ലോ, ഇയാളുടെ ഭാര്യയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം നിധി മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടേ, ഇയാളുടെ ഭാര്യ ആരായിരിക്കും? എന്തായാലും സുധീഷിൻ്റെ അമ്മയെക്കുറിച്ചിട്ടുള്ള ഒരു വിവരങ്ങളും ഇല്ല, ഇവരുടെ അമ്മയുടെ ഒരു ഫോട്ടോ പോലും ഇവിടെ ഇങ്ങ് വച്ചിട്ടില്ല, അതൊക്കെ ഇവരുടെ അച്ഛനെടുത്ത് മാറ്റിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കാണാൻ പാടില്ലാത്ത ആരാ ഉള്ളതെന്നൊന്ന് അറിയണമല്ലോ, അവരുടെ അമ്മയുടെ ഫോട്ടോ ഈ വീട്ടിൽ എവിടെയെങ്കിലും കാണും, അതൊന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് നിധിയും വിചാരിക്കുക. അതേസമയം ഭാസ്കരനെ കാണുമ്പോൾ നിധിക്ക് ഭയങ്കര വിഷമം തോന്നുകയാണേ. അപ്പോൾ നിധി പറയണേ, എന്നോട് ക്ഷമിക്കണം, ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചു, നിങ്ങൾ കുടിച്ചിട്ട് വന്ന് എന്നെ ചോദ്യം ചെയ്തപ്പം എനിക്ക് നിങ്ങളോട് ദേഷ്യമാണ് വന്നത്, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ചവിട്ടിക്കൊന്നതാന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് അങ്ങനെയുള്ള ഒരാൾ ഉപദേശിച്ചുകൊണ്ട് വന്നപ്പം എനിക്ക് ദേഷ്യം വന്നു, അതാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ തെറ്റു പറയില്ല, നീ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യയെ ഞാനാ ചവിട്ടിക്കൊന്നെന്ന്, എൻ്റെ ഭാര്യയെ ഞാൻ ചവിട്ടിക്കൊന്നിട്ടില്ല, ഇനിയിപ്പോൾ അതിൽ കൂടുതൽ തെളിവുകളൊന്നും പറയാൻ എനിക്കില്ല, വിശ്വസിക്കുന്നവർ മാത്രം വിശ്വസിച്ചാൽ മതി, നാട്ടുകാരെയും വീട്ടുകാരെയും ഒന്നും വിശ്വസിപ്പിക്കേണ്ട കാര്യം ഈ ഭാസ്കരനില്ല. അപ്പോൾ നിധി പറയാം, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇത്രയും വർഷം ജയിലിൽ പോയി കിടന്നത് എന്തിനാ? നിങ്ങൾക്ക് സത്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ പാടില്ലായിരുന്നോ? എന്തുകൊണ്ടാണ് നിങ്ങൾ സത്യങ്ങളൊന്നും വിളിച്ചു പറയാതിരുന്നത്? എല്ലാവരും അങ്ങനെ വിശ്വസിച്ചത്. അപ്പോഴേക്കും ഉടനെ ഭാസ്കരൻ പറയാം, ഇനി നീ കൂടുതലൊന്നും ചോദിക്കരുത്, അതിൻ്റെ പിന്നിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ജയിലിൽ പോയില്ലെങ്കിൽ വേറെ ചിലരൊക്കെ അതിന് പകരം പോകേണ്ടി വരുമായിരുന്നു, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ അങ്ങനെ ചെയ്തതാ, അതിൻ്റെ കാര്യങ്ങളൊന്നും നീ ഇനി എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞ് ഭാസ്കരൻ അങ്ങ് പോവാണ്. അതേസമയം നിധി ഇങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കി സ്റ്റോർ റൂമിലേക്കൊക്കെ പോവുക. അപ്പോൾ അവിടെ കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത ഒരു പഴയ ഫോട്ടോയാണ്, ചുക്കിലിയും മാറാലയും എല്ലാം പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ. അതെടുത്ത് നിധി തുടച്ചൊക്കെ എടുക്കുക. തുടച്ചെടുത്ത് നിധി നോക്കുമ്പോഴേക്കും നല്ല പരിചയമുള്ള ഫോട്ടോ, ഇതായിരിക്കും ചിലപ്പം സുധീഷിൻ്റെ അമ്മ, അവരുടെ അമ്മയുടെ ഫോട്ടോ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി അച്ഛൻ എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഇത് ഈ സ്റ്റോർ റൂമിൽ കൊണ്ട് ഇട്ടതായിരിക്കും.
ഏതായാലും ഇവരെ നല്ല പരിചയമുണ്ടല്ലോ. ഈ ഫോട്ടോയിലുള്ള സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ പഴയൊരു ഫോട്ടോ ആണെങ്കിൽ പോലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, എവിടെയോ കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ നിധി ആലോചിക്കുക. പെട്ടെന്ന് നിധിയുടെ മനസ്സിലേക്ക് വരികയാണേ, ഈ ഫോട്ടോ തന്നെയല്ലേ എൻ്റെ വീട്ടിലും കണ്ടത്. എൻ്റെ വീട്ടിൽ ആ സ്റ്റോർ റൂമിൽ കിടന്ന് കിട്ടിയ ഒരു പഴയ ഫോട്ടോ എടുത്ത് ഞാൻ കാണിച്ചത്. ആ ഫോട്ടോ ഇത് തന്നെയല്ലേ, ആ സ്ത്രീ തന്നെയല്ലേ ഇത്. ഇവരുടെ ഫോട്ടോ എങ്ങനെ എൻ്റെ വീട്ടിൽ വന്നത്? ഇത് ആ വീട്ടിൽ തന്നെ കാണുമായിരിക്കും. ആരാണെന്ന് ചോദിച്ചിട്ട് അന്ന് അച്ഛൻ അത് പറഞ്ഞില്ല. നീ അത് അറിയേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സുധീഷിൻ്റെയൊക്കെ അമ്മയുടെ ഫോട്ടോ എങ്ങനെയാണ് എൻ്റെ വീട്ടിലും വന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. പെട്ടെന്നാണ് നമ്മുടെ നിധി ആലോചിക്കുന്നത് കേട്ടോ. ചോദിക്കാം, ഏടത്തിയോട് ചോദിക്കാം. സാന്ദ്രയെ വിളിക്കുകയാണ്. അങ്ങനെ സാന്ദ്രയോട് ചോദിക്കുകയാണ്, സാന്ദ്രേച്ചി ഒരു കാര്യം ചോദിക്കാണ്ട് ചേച്ചി. എന്താന്ന് വെച്ചാലേ, ഇവിടുന്ന് സുധീഷിൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടി, ഒരു പഴയ ഫോട്ടോ. ആ ഫോട്ടോ തന്നെ നമ്മുടെ വീട്ടിലെ സ്റ്റോർ റൂമിൽ വേസ്റ്റ് ബിന്നിൽ കിടന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് ആ ഫോട്ടോ എടുത്ത് ഈ സ്ത്രീ ആരാണെന്ന് ചോദിച്ചപ്പം അച്ഛനും അമ്മയൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടു. നീ അതൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അതെ, ആ ഫോട്ടോ തന്നെ, അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഞാൻ ആ ഫോട്ടോ ചേച്ചിക്ക് സെൻഡ് ചെയ്ത് തരാം. കണ്ടിട്ടുണ്ടോ, ആരാണെന്നൊന്ന് നോക്കി പറയണേ എന്ന് പറയാം. അങ്ങനെ നിധി ആ ഫോട്ടോ സാന്ദ്രയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. സാന്ദ്ര നോക്കുകയാണ് കേട്ടോ. സാന്ദ്ര നോക്കുമ്പം സാന്ദ്രയ്ക്ക് മനസ്സിലാകാണ്, നേരാ ഇത് നിധിയുടെ അച്ഛൻ്റെ പെങ്ങളാണ്, അപ്പച്ചി. അവരുടെ ഫോട്ടോയാണ്. നേരത്തെ ഇത് കണ്ട് ഞാൻ ചോദിച്ചപ്പം അരുൺ എന്നോട് പറഞ്ഞു തന്നതാ കാര്യങ്ങൾ. നേരാ, ഇത് തന്നെയാണല്ലോ. ഇതെങ്ങനെ അവിടെ വന്നു? അരുണേട്ടൻ്റെ അപ്പച്ചിയാണോ ഇനി നിധിയുടെ സുധീഷിൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാം. എന്നിട്ട് ഈ വിവരമെല്ലാം വിളിച്ച് പറയാണ് കേട്ടോ. അങ്ങനെ പറയാണ് നിധിയോട്. അപ്പം നിധി ചോദിക്കുമ്പം സാന്ദ്ര പറയാം, അതെ മോളെ, ഇത് തന്നെയാ മോളെ, ഇത് നിൻ്റെ അപ്പച്ചിയാ, നിൻ്റെ അച്ഛൻ്റെ പെങ്ങള്. പണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവരാരുടെ കൂടെ ഇറങ്ങിപ്പോയതാണെന്ന്. അവരുടെ ഫോട്ടോയാ ഇത്. അപ്പം സുധീഷിൻ്റെ അമ്മ നിൻ്റെ അപ്പച്ചിയാണോ, നിൻ്റെ അച്ഛൻ്റെ പെങ്ങള്? അന്ന് ഇറങ്ങിപ്പോയി എല്ലാവരും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ട ആ സ്ത്രീ. അപ്പം നിധി ഞെട്ടിപ്പോവാ. എന്തായി സാന്ദ്രേച്ചി, ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുക. അപ്പോൾ സാന്ദ്ര ആ ഫോട്ടോ കാണിച്ചിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഉടനെ തന്നെ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതെ, ഇവിടുന്ന് ഇറങ്ങിപ്പോയവളാ അവള് എൻ്റെ അപ്പച്ചിയാ, അവളെ ഇറക്കി വിട്ടതാ. കാരണം അവൾ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, അതുകൊണ്ട് ഈ വീട്ടിൽ പിന്നെ കയറ്റിയിട്ടില്ല. അവൾക്ക് അതിൻ്റെ തന്നെ അനുഭവം കിട്ടി, അവൻ്റെ കൈ കൊണ്ട് തന്നെ അവൾ അങ്ങ് തീർന്നു എന്ന് പറയാണ്. അതും വിളിച്ച് സാന്ദ്ര പറയുകയാണ് കേട്ടോ നിധിയോട്. അപ്പോൾ നിധി ഇങ്ങനെ ചിന്തിക്കുവാ, ദൈവമേ, ഇതെൻ്റെ അപ്പച്ചിയോ, എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണോ ഇത്? സുധീഷിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ പെങ്ങളെയാണോ കിട്ടിയത്? ചുമ്മാതല്ല, അവർ രണ്ടും കൂടിയുള്ള ആ ഫോട്ടോ, ഒന്നിച്ച് നിൽക്കുന്ന പഴയ ഫോട്ടോ അത് വന്നത്. പിന്നെ എന്താണ് അതിൽ സംഭവിച്ചത്? അപ്പച്ചിയെ വിവാഹം കഴിച്ച് പോന്നപ്പം അച്ഛനും വീട്ടുകാരും സ്വാഭാവികമായിട്ടും അപ്പച്ചിയെ ഇറക്കി വിട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ വന്നിട്ട് എന്തിനായിരിക്കും സുധീഷിൻ്റെ അച്ഛൻ അവരെ കൊന്നത്? എൻ്റെ അപ്പച്ചിയെ സുധീഷിൻ്റെ അച്ഛൻ ചവിട്ടിക്കൊന്നോ? ഇതിൻ്റെ ഇടയിലൊക്കെ എന്താ കാര്യങ്ങൾ? എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. എന്തോ രഹസ്യങ്ങൾ സുധീഷിൻ്റെ അച്ഛൻ അറിയാം. അതൊക്കെ എന്നോട് പറയാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഇക്കാര്യം ഞാൻ ചോദിക്കും എന്ന് പറയാം. അങ്ങനെ ഭാസ്കരൻ വീട്ടിലേക്ക് വരുമ്പം നിധി ചെന്നിട്ട് ചോദിക്കുക, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇന്നലെ ആ ഫോട്ടോ കാണിച്ചില്ലേ, ആ ഫോട്ടോയിൽ കാണിച്ചത് എൻ്റെ അച്ഛനും നിങ്ങളും തോളി കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോയായിരുന്നു. അതുപോലെ മറ്റൊരു ഫോട്ടോ കൂടി ഞാൻ കണ്ടു എന്ന് പറയാം. അപ്പോൾ ഉടനെ ഭാസ്കരൻ ചോദിക്കുക, നീ എന്ത് ഫോട്ടോ കണ്ടു? വേറെ ഏത് ഫോട്ടോ നീ കണ്ടു? അപ്പോഴേക്കും ഉടനെ കാണിച്ചു കൊടുക്കുകയാണ് നിധി ഫോണിൻ്റെ അകത്ത് ആ ഫോട്ടോ, ഭാസ്കരൻ്റെ ഭാര്യയുടെ ഫോട്ടോ, പത്മയുടെ ഫോട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഉടനെ തന്നെ ഭാസ്കരൻ അങ്ങ് ഞെട്ടിപ്പോവുക. അപ്പോൾ നിധി ചോദിക്കുക, ഇത് നിങ്ങളുടെ ഭാര്യയല്ലേ? ഇത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളല്ലേ? എൻ്റെ അപ്പച്ചിയല്ലേ ഇത്? എൻ്റെ അപ്പച്ചിയാണോ നിങ്ങൾ ചവിട്ടിക്കൊന്നത്? അല്ല, എന്താ ഇതിൻ്റെ അകത്തെ രഹസ്യങ്ങളൊക്കെ? നിങ്ങൾ എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചത് എന്താ ഉണ്ടായത്? നിങ്ങൾ എൻ്റെ അപ്പച്ചിയെ ചവിട്ടിക്കൊന്നുവെന്ന്, എൻ്റെ അപ്പച്ചി തന്നെയാണോ നിങ്ങളുടെ ഭാര്യയെന്ന് ചോദിച്ച് കേട്ടില്ലേ എന്ന് നിധി ചോദിക്കുക. അപ്പോൾ ഭാസ്കരൻ പറയുക, അതെ, നീ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ മറച്ചു വെക്കുന്നില്ല. അങ്ങനെയും ചില കഥകളുണ്ട്. അല്ല, നിങ്ങൾ എൻ്റെ അപ്പച്ചിയെ ചവിട്ടിക്കൊന്നു, എന്തിനാ നിങ്ങൾ ആ ക്രൂരത ചെയ്തത്? എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ലേ, പിന്നെ എന്താ ഉണ്ടായത്? അപ്പോൾ ഭാസ്കരൻ പറയാം, മോളെ, നീ ഇപ്പോൾ ആ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയാം. നീ ഇപ്പം എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ദയവേത് എന്നെ നീ വെറുതെ വിട്. ഈ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. നിധിയാണെങ്കിൽ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലോ. എൻ്റെ മുറച്ചെറുക്കൻ തന്നെയാണ് അപ്പം സുധീഷ്. ഞങ്ങളെ വെറുതെയല്ല ദൈവം ഇങ്ങനെ കൂട്ടിച്ചേർത്തത്.
എന്തൊക്കെയോ ഇതിൻ്റെ അകത്ത് കളികളുണ്ട്, എന്തൊക്കെയോ സത്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഒന്നെങ്കിൽ ആ ഭാസ്കരൻ്റെ മനസ്സിലുള്ള സത്യം പുറത്തു വരണം. അതിനുവേണ്ടി ചിലപ്പോൾ ദൈവം നിയോഗിച്ചതായിരിക്കും എന്നെ. എന്തായാലും ഈ ജീവിതത്തിൻ്റെ ഇടയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, ഈ സത്യങ്ങളൊക്കെ ഞാൻ അറിയും. എന്തിനോ വേണ്ടിയാ എന്നെ ഇവിടെ വീണ്ടും വീണ്ടും പിടിച്ചു നിർത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് നിധി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്